ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ പോസ്റ്റ്മോർട്ടം സ്റ്റോറിയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ഈ വീഡിയോ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടോ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഉള്ളതൊന്നുമല്ല. നിങ്ങൾ ഡെലിവറിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളോ അതല്ല നിങ്ങളിപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ കടന്നു പോകുന്ന ഒരാളോ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ ആകും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എൻ്റെ കുഞ്ഞിനെ കാണുന്നൊരു സമയമുണ്ടല്ലോ, അതുവരെയുള്ള കാര്യം തിരിച്ചൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞുള്ള 50 ദിവസം ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ ലേബർ പെയിൻ എന്ന് പറയുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താണെന്ന് ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. നമ്മളുടെ ബോഡിയിലുള്ള ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ഡെലിവറി കഴിയുമ്പോൾ സഡൻ ആയിട്ട് ഫോളോ ആകും. ഇതാണ് നമ്മുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ പിന്നിലെ റീസൺ എന്നാണ് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടുള്ളത്. ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 2 വീക്സിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇമോഷണൽ സ്ട്രെസ്സിനെയൊക്കെ പറയുന്നത് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്നാണ്. അത് കഴിഞ്ഞ് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു ഡെലിവറി കഴിഞ്ഞൊരു 10 ഡേയ്സ് എന്ന് പറയുന്നത് ഞാൻ വെറുതെ കരഞ്ഞു തീർക്കുമായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എൻ്റെ അമ്മയും അച്ഛനും കാണുകയാണെങ്കിൽ മാത്രമേ അവർക്ക് ഇതൊക്കെ അറിയുള്ളൂ കേട്ടോ. സത്യമായിട്ട് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഈ കാര്യങ്ങളൊന്നും അറിയില്ല. എൻ്റെ ഹസ്ബൻഡിന് അറിയാം. പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഞാൻ 5ാമത്തെ ദിവസമാണ് വീട്ടിൽ വരുന്നത്. 5ാമത്തെ ദിവസം മുതൽ വെറുതെ ഇരുന്നിങ്ങനെ കരയുമായിരുന്നു. എല്ലാവരും കരയുന്നത് സങ്കടം വന്നിട്ടാണെങ്കിൽ ഞാൻ കരഞ്ഞത് മുഴുവൻ സന്തോഷം കാരണം. എന്തിനാണെന്ന് വെച്ചാൽ ഈ 5 ദിവസം ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിങ്ങനെ റിപ്പീറ്റഡായിട്ട് ആലോചിച്ചായിരുന്നു കരയുന്നത്. വെറുതെ കരയുന്നു എന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലെ റീസൺ അല്പം പോസിറ്റീവ് ആയതുകൊണ്ട് അധികം എന്നെ എഫക്റ്റ് ചെയ്തില്ല. പക്ഷേ 10ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ എല്ലാം അങ്ങ് മാറി. എനിക്ക് ഈ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ദേഷ്യം വരും, സങ്കടം വരും. ഇത് ആരോട് ചെന്ന് കാണിക്കണമെന്നറിയില്ല. ഞാൻ വീട്ടിൽ ഇതൊന്നും പ്രസൻറ്റ് ചെയ്യാൻ റെഡി അല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇതൊക്കെ ചെന്നിട്ട് കാണിക്കും, ദേഷ്യം വരുന്നൊക്കെ കാണിക്കും, വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും. ഇപ്പോൾ എനിക്ക് അതൊക്കെ ചിന്തിച്ച് നോക്കിയാൽ ചിരി വരുന്നു. സോ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളതിൻ്റെ ഭീകരത നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കാര്യം, എൻ്റെ സ്വന്തം കണ്ടീഷൻ ആലോചിച്ചിട്ട് എനിക്കിപ്പോൾ ചിരി വരുന്നു എന്നുള്ളപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ കൂടെ കടന്നു പോകുന്നൊരു സ്ത്രീയെ പുറത്തു നിന്നുള്ളവർ കാണുമ്പോൾ ശരിക്കും എന്തായിരിക്കും തോന്നുന്നത്? ഈ കുട്ടിക്ക് ഇത് എന്തിൻ്റെ കേടാണ്? നല്ലൊരു കുഞ്ഞിനെ കിട്ടി, അതിനെ നോക്കി സുഖമായിട്ടിരുന്നുകൂടെ, എന്തിനാണ് ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? അങ്ങനെയല്ലേ തോന്നുന്നത്? അവിടെയാണ് പ്രശ്നം. നമ്മൾ എന്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഇതൊക്കെ മുന്നേ ഫേസ് ചെയ്തിട്ടുള്ള പലരും അതൊക്കെ മറന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരുന്നത്. ഈ ചേഞ്ചിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഈ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഞാൻ എണീക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മോളാണെങ്കിൽ രാത്രി മൊത്തം ഉറങ്ങത്തില്ലായിരുന്നു. ഒരു 10 മണി മുതൽ രാവിലെ 7 മണി വരെ ഉറങ്ങത്തേയില്ല. ഞാൻ ഇനി അവൾക്ക് പറഞ്ഞു കൊടുക്കാത്ത കഥയൊന്നുമില്ല. എനിക്കറിയാവുന്ന കഥ എത്രയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കരയത്തൊന്നുമില്ല കേട്ടോ, എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി കിടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഉറക്കമില്ലായ്മയായിരുന്നു പ്രധാന പ്രശ്നം. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ട് പെട്ടെന്ന് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി വരെയല്ലേ, അതൊരു പ്രശ്നമായിരുന്നു. ഇനി 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാവരുടെ ലൈഫും മുന്നോട്ട് പോകുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും പോസ്റ്റ് ചെയ്യുന്ന അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഈ ഫോട്ടോസൊക്കെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഞാൻ മാത്രം ഈ ഉറക്കം ഇല്ലാണ്ട് രാത്രി മുഴുവൻ കുഞ്ഞിനെയും വെച്ചിട്ട് ഇരിക്കുന്നു. ഇത് ഞാൻ മാത്രമല്ല, അവരൊക്കെ തന്നെ ഫേസ് ചെയ്ത കാര്യമാണ്. അത് ഞാൻ അപ്പോൾ ചിന്തിക്കത്തില്ല. എൻ്റെ പ്രശ്നം അതായിരുന്നു, എൻ്റെ ലൈഫ് മാത്രം ഒരു സ്ഥലത്ത് സ്ട്രക്കായിപ്പോയി. ഇതല്ലാണ്ട് ഞാൻ ഓവർ തിങ്ക് ചെയ്യുമായിരുന്നു. വൈകുന്നേരം ആയാലും ഞാൻ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നിട്ട് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് പിരിഞ്ഞു പോകുമോ, എൻ്റെ കുട്ടി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമോ, ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇതാണ് ഞാൻ ചിരി വരുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം. കാര്യം അങ്ങനെ ആരാ വരുന്നത് എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ? അങ്ങനെ ആരുമില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ പിരിയാനായിട്ട് യാതൊരു കാര്യവും ഇല്ല. ദൈവം സഹായിച്ച യാതൊരു പ്രശ്നവും ഇല്ല. സോ ഇതൊക്കെയായിരുന്നു ആ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഫേസ് ചെയ്തിരുന്നത്. ഇനി ഞാൻ കൂടുതൽ ഈ സ്റ്റോറിയിലോട്ടൊന്നും ഒരുപാട് പോകുന്നില്ല. കാര്യം നിങ്ങൾ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളൊക്കെ തോന്നും. ഞാനിത് എങ്ങനെയാണ് മാനേജ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാം. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ അടുപ്പിച്ച് ഡെലിവറി കഴിഞ്ഞവരെയൊക്കെ കോൾ ചെയ്യുക. എന്നിട്ട് സമയം കിട്ടുമ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ സംസാരിക്കുക. ഇതിനെക്കുറിച്ചിട്ട് പറയുക. അവരെങ്ങനെയായിരുന്നു ആ ഒരു ടൈമിൽ ഫേസ് ചെയ്തിരുന്നത് കാര്യങ്ങൾ എന്നുള്ളത് ചോദിച്ചു നോക്കാം. അപ്പോൾ ഏതാണ്ട് സെയിം സ്റ്റോറി തന്നെയായിരിക്കും അവർക്കും പറയാനുള്ളത്. ബിക്കോസ് എല്ലാ സ്ത്രീകളും ഇതൊക്കെ തന്നെയായിരിക്കും ഫേസ് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ മാത്രമല്ല ലൈഫിൽ ഇതൊക്കെ ഫേസ് ചെയ്യുന്നത്, എല്ലാവരും ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് കോൺസ്റ്റൻ്റ് അല്ല. ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ലൈഫ് വീണ്ടും പഴയതുപോലെ ആകും എന്നുള്ളത് നമുക്കൊന്നുകൂടെ ഒരു അഷ്വറൻസ് തരുന്നത് പോലെയാണത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിൽ അടുപ്പിച്ച് ഡെലിവറി കഴിഞ്ഞവരെ കോൾ ചെയ്ത് സംസാരിക്കാം.
അടുപ്പിച്ചെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒപ്പം ഡെലിവറി കഴിഞ്ഞവരെ അല്ല കേട്ടോ, ഒരു 6 മാസം മുമ്പേയൊക്കെ ഡെലിവറി കഴിഞ്ഞവരെ. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമുക്കുള്ള സമയം കിട്ടുന്നില്ല, സെൽഫ് കെയറിനുള്ള സമയം കിട്ടുന്നില്ല, എൻ്റർടൈൻമെൻറ്റിനുള്ള സമയം കിട്ടുന്നില്ല. ഇത് രണ്ടിനും സമയം കണ്ടുപിടിക്കാൻ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് എഴുതി വെച്ചു. എനിക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത് എഴുതി വെച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും അതിനുള്ള ടൈം എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. എനിക്ക് ഡയറി എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ 5 മിനിറ്റേ ചെയ്യത്തുള്ളൂ കേട്ടോ. 5 മിനിറ്റ് ചിലപ്പോൾ 2 ദിവസത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും ഞാൻ എഴുതുന്നത്. അത് തന്നെ ഭയങ്കര ഒരു സന്തോഷം തരുന്ന പോലെയായിരുന്നു. രണ്ടാമത്തെ കാര്യം, എനിക്ക് എൻ്റെ ചുറ്റുപാടൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി വെക്കുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് തുടയ്ക്കുകയോ അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, നിങ്ങളുടെ ഹെൽത്ത് കൂടെ നോക്കണം കേട്ടോ. എനിക്ക് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തുടക്കുകയൊക്കെ ചെയ്തത്. നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് എന്താണോ താല്പര്യം അത് ചെയ്താൽ മതി. ഇനി മൂന്നാമത്തെ കാര്യം, എനിക്ക് ഗാർഡനിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ റൂമിന് വെളിയിലായിട്ടൊരു ടേബിളിന് മുകളിൽ ചട്ടിയിലൊക്കെ കുറേ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു, വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ ഇഷ്ടമായിരുന്നു. അതിൽ ഓരോ സബ്സ്ക്രൈബർ കൂടുന്നത് എനിക്കൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യുമായിരുന്നു. ടൈം എടുത്തൊക്കെ കുളിക്കുമായിരുന്നു. നമുക്ക് നല്ല പോലെ ഒന്ന് ഫ്രഷപ്പ് ആയാൽ തന്നെ ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും. പല അമ്മമാർക്കും കിട്ടാത്തൊരു കാര്യം അതാണ്, കുളിക്കാനുള്ള സമയം പോലും കിട്ടത്തില്ല. ഭയങ്കര മുഷിഞ്ഞതുപോലെ നമുക്ക് തോന്നും. അതൊക്കെ മാറ്റാനായിട്ട് കുറച്ച് ടൈം എടുത്തൊക്കെ കുളിക്കാനൊക്കെ നോക്കുമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ ഒരു സിനിമയുടെ കുറച്ച് ഭാഗമൊക്കെ കാണാനായിട്ട് ശ്രമിക്കും. ഈ നെറ്റ്ഫ്ലിക്സിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഒരു ഇച്ചിരിയൊക്കെ ഒരു സിനിമ ഇങ്ങനെ ഡെയിലി കുറച്ച് കണ്ട് ഒരു സിനിമയൊക്കെ അങ്ങനെ തീർക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിനൊക്കെ എവിടുന്നാണ് സമയം കിട്ടുന്നത്, ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു കുഞ്ഞിപ്പോൾ അല്ലേ ജനിച്ചുള്ളൂ എന്ന് ചോദിക്കാം. ഇവിടെയാണ് എൻ്റെ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യം എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റത്തേയില്ല. അമ്മ രാവിലെ ഒരു 3 hours, ഉച്ചയ്ക്കൊരു 3 hours, വൈകിട്ടൊരു 3 hours മോളെ നോക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും സമയത്തിലൊരു 5 to 6 hours ഞാൻ ഉറങ്ങും. കാര്യം എനിക്ക് രാത്രി മൊത്തം ഉറക്കമില്ല. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഉറങ്ങാണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ അമ്മ മോളെ നോക്കുന്ന സമയത്തിലൊരു 5 to 6 hours ഞാൻ ഉറങ്ങും. ബാക്കിയുള്ള സമയങ്ങളിലാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അതിന് ഞാൻ അമ്മയെ എത്ര താങ്ക് ചെയ്താലും മതിയാവില്ല. ഇത് ഞാൻ ഈ ഡെലിവറിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകളോടല്ല കേട്ടോ പറയുന്നത്, അവരുടെ പാരൻസിനോടാണ് പറയുന്നത്. നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് സമയമില്ലല്ലോ എന്നുള്ളതാണ്. സോ അതിനായിട്ട് വീട്ടുകാർ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാം. സോ ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഡെയിലി ഈവനിങ് ആകുമ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇതെങ്ങനെയാണ് സ്റ്റോപ്പ് ആയതെന്ന് വെച്ചാൽ, എൻ്റെ അമ്മ മോളെ നോക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല. അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല. അമ്മ ഈ വീഡിയോ കണ്ടാൽ മാത്രമേ അമ്മയ്ക്ക് അറിയുള്ളൂ കേട്ടോ. ഞാൻ ഇതൊന്നും പുറത്ത് കാണിക്കാറില്ല, എല്ലാം ഈ റൂമിനകത്ത് വന്നിട്ടാണ് കാണിക്കുന്നത്. ഇത് മൊത്തം കണ്ടു നിന്നിട്ട് എന്നെ ഹാൻഡിൽ ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും അവാർഡൊക്കെ കൊടുക്കണം. പുള്ളിക്കാരൻ ഒരു 50 ദിവസം വരെയൊക്കെ നോക്കി. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, 50ാമത്തെ ദിവസമല്ല ഞാൻ പറയാം, 44th ഡേ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം, എവിടെയെങ്കിലും ഒന്ന് പോകാം. നീ ഈ വീട്ടിനുള്ളിൽ തന്നെ ഇങ്ങനെ റൂമിനുള്ളിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും നിനക്ക് ഈ വൈകിട്ടാകുമ്പോൾ എപ്പോഴും ഈ പ്രശ്നം, നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. ഒരു വാട്ടർഫാൾസ് കാണിക്കാനായിട്ട് കൊണ്ടുപോയി. ഞാൻ ഫോട്ടോസ് വേണമെങ്കിൽ ഇവിടെ ഇടാം കേട്ടോ. അന്ന് എൻ്റെ മോൾക്ക് 43ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇത്രയും കുഞ്ഞു കുട്ടിയും കൊണ്ട് പോകണോ എന്നൊക്കെ പാരൻസൊക്കെ ചോദിച്ചെങ്കിലും പുള്ളിക്കാരൻ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഞാൻ നോക്കിക്കോളാം, ഒന്നും കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടെ പോയി. ശരിക്കും അതാണ് ബ്രേക്ക് ത്രൂ പോയിൻ്റ് എന്ന് പറയേണ്ടത്. അവിടെ നിന്നാണ് എനിക്ക് ചേഞ്ച് വന്നത്. അന്ന് പുറത്തിറങ്ങി കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടു, ഒരു സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ ഈ ഫേസ് ചെയ്തിരുന്നതൊന്നും തന്നെ ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പോകുന്നില്ല. എന്തായാലും എൻ്റെ മോള് വലുതാകും, അതിനനുസരിച്ച് എൻ്റെ ലൈഫ് മാറും, വീണ്ടും പഴയതുപോലെ ആകും എന്നൊക്കെ ആ ഒരു ട്രിപ്പിൽ ഞാൻ മനസ്സിലാക്കി. അവിടെ നിന്ന് എനിക്ക് ചേഞ്ച് വരാനായിട്ട് തുടങ്ങി. ഒരു 50th ഡേ ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ നന്നായിട്ട് റിയലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി എൻ്റെ പ്രശ്നം ഒരു പ്രശ്നമേ അല്ല എന്നുള്ളത്. പിന്നെ ഒരു 50th ഡേ മുതൽ ഒരു 75th ഡേ വരെയൊക്കെ ഈ PMS വരില്ല, പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ചെറിയ മൂഡ് സ്വിങ്സ് അതുപോലെയൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര സിവിയർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മാറി. കറക്റ്റ് 90th ഡേ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ചെന്നൈയിലോട്ട് തിരിച്ചു വന്നു. അപ്പം മുതൽ ഞാൻ വീണ്ടും പഴയതുപോലെയായി, ഭയങ്കര ഹാപ്പിയായി. ശരിക്കും പറഞ്ഞാൽ മദർഹുഡൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് 90th ഡേ മുതലാണ്.
സോ എല്ലാവർക്കും ആ ചേഞ്ച് വരും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇനി നിങ്ങളെ വീട്ടിൽ ആരും സപ്പോർട്ട് ചെയ്യാനില്ല, ആരും ഇതുപോലൊരു സപ്പോർട്ട് തരുന്നില്ല, ആരും നോക്കുന്നില്ല, പല പല കുറ്റപ്പെടുത്തലുകളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും കേട്ടോ. കാര്യം ഈ കുട്ടീനെ കാണാൻ വരുന്നവരൊക്കെ അയ്യോ കുട്ടിക്ക് വെയിറ്റ് പോരല്ലോ, പാല് തികയുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെയൊക്കെ വരും. സോ ഇതൊക്കെ നിങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തനിച്ചിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നാണക്കേടും വിചാരിക്കേണ്ട. ഉറപ്പായിട്ടൊരു ഡോക്ടറുടെ ഹെൽപ്പ് ചോദിക്കുക. ഈ സമയത്ത് നമുക്കൊരു ഡോക്ടറുടെ ഹെൽപ്പ് വളരെ വളരെ അത്യാവശ്യമാണ്. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് അത് ഫേസ് ചെയ്തവർക്ക് നല്ല പോലെ അറിയാം. കുറേ പേരൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മറന്നു പോകും കേട്ടോ. അതുകൊണ്ടാണ് അവർ പിന്നെ അത് ഫേസ് ചെയ്യുന്നവരെ വലിയ കാര്യമാക്കത്തോ നമ്മളും ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളതാണ്, ഇതിലൊക്കെ എന്തിരിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. അത് കടന്നു പോകുന്നവർക്ക് നല്ലൊരു സപ്പോർട്ട് തന്നെ നമ്മൾ കൊടുക്കണം. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുട്ടീനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. കാര്യം നമ്മൾ ഈ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ കുഞ്ഞിനെ നല്ലപോലെ നോക്കാൻ പറ്റത്തില്ല. അവർക്ക് നമ്മളെ ഏറ്റവും അധികം ആവശ്യമുള്ളൊരു സമയമാണ് ആ ഒരു ഫസ്റ്റ് ഇയർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവൈലബിൾ അല്ല, നമ്മൾക്ക് നമ്മളെ തന്നെ നോക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വീഡിയോ ഒരുപാട് വലുതായി പോയെങ്കിൽ സോറി. ഇത് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.